DGPയോട് തിരിച്ചു വിളിക്കാമെന്ന് പറയൂ. എന്തായാലും താനും രാജമാണിക്യം നാടാരും കൂടി ചെയ്ത ചെയ്ത്ത് ഒരു കടുങ്കൈയായി പോയി സിക്കേ. നാടാകെ ഇളകിയിരിക്കുക. കൂടാതെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ എൻക്വയറീസ് വേറെ. നമ്മൾ എന്ത് മറുപടി പറയും? എന്താ ഒന്നും മിണ്ടാത്ത രാമകൃഷ്ണ? താനാ ഹോം മിനിസ്റ്റർ, മറക്കണ്ട. ലോ ആൻഡ് ഓർഡറിന്റെ കാര്യത്തിൽ കർശനമായ നിലപാടെടുക്കണമെന്ന് കളക്ടർമാർക്കെല്ലാം നിർദ്ദേശം കൊടുക്കാം. അല്ല എന്ത് ചെയ്യാനാ CM? അപ്പോഴേ എന്ത് നിർദ്ദേശം കൊടുത്താലും മീനാക്ഷിപുരം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന പ്രശ്നമില്ല. പ്രതിപക്ഷ നേതാവിന്റെ പൊതുയോഗത്തിൽ ബോംബ് വീണെന്ന് ആര് പറഞ്ഞു? അത് ബോംബായിരുന്നില്ല. ഇറ്റ് വാസ് എ നാച്ചുറൽ മിസ്ഹാപ്പ് ഇൻ കണക്ഷൻ വിത്ത് പവർ സപ്ലൈ. ഒരു അൺഫോർച്ചുനേറ്റ് ആക്സിഡന്റ് മാത്രം എന്നൊരു പ്രസ്താവന CM പത്രങ്ങൾക്ക് എഴുതി കൊടുക്കണം. ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് അത്തരത്തിലുള്ള റിപ്പോർട്ട് അയക്കാൻ ചീഫ് സെക്രട്ടറിയോട് പറയണം. മുമ്പൊരു തെരഞ്ഞെടുപ്പിൽ ഒരു ഈച്ചയ്ക്ക് പോലും കോട്ടം സംഭവിക്കാൻ സാധ്യതയില്ലാത്തടത്ത് 7000 പേർ ചാകുമെന്ന് എഴുതി കൊടുത്തില്ലേ? CMന് ഡൽഹിയിലുള്ള സ്വാധീനം വെച്ച് ഇക്കാലത്ത് നടക്കാത്തതായിട്ട് എന്താ ഉള്ളത്? CK പറഞ്ഞതിലും ബുദ്ധിയില്ലാതില്ല. വിളിക്കണം CM ചീഫ് സെക്രട്ടറിയെ. വളരെ വറീഡാണല്ലോ. ഇതിനേക്കാൾ ഭേദമായിരുന്നു പഴയ ടീച്ചറുടെ ജോലി എന്ന് തോന്നുന്നുണ്ടോ? ദേ, ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. ഉത്തരവിന് കാത്തു നിൽക്കുന്ന പട്ടാളക്കാരന്റെ അവസ്ഥയാ. എന്താന്ന് വെച്ചങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ രാജുവിനെ അടിയന്തരമായി വിളിപ്പിച്ചത് സിറ്റുവേഷൻ ഒന്ന് അസസ് ചെയ്യാനാണ്. മറ്റന്നാൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം. നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് നമ്മൾ ചെയ്യാം. ആരെ ഒതുക്കണം അതിങ്ങ് പറഞ്ഞേച്ചാ മതി. അടിയുണ്ടാക്കാൻ തനിക്ക് ധൃതിയായി. സമാധാനമായ ഒരു ഇലക്ഷൻ ആ ക്രിമിനൽ പുറത്ത് നിൽക്കുമ്പോൾ നടക്കുവോ? അവനെ പോക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇനി രാജമാണിക്യം നാടാരെ 2 ദിവസം ലോക്കപ്പിലിടണം. അത്രയ്ക്കൊന്നും വേണ്ട. എന്നാ മേഡം പോയി ഒരു ട്രാങ്ക്ലൈസർ ഒക്കെ അടിച്ച് സുഖമായിട്ടൊന്ന് ഉറങ്ങ്. ഇനി ഇത് കഴിഞ്ഞിട്ടേ എനിക്ക് ഉറക്കുള്ളൂ. എവിടാ അവൻ? അബ്ബാസ്? അറിയില്ലടാ റാസ്കൽ. സത്യം 2 ദിവസമായി അബ്ബാസ് ഭായ് പോയിട്ട്. നീ അവന്റെ ആരാ? എന്റെ ഭാര്യ. ഭായ് നിന്നെ തൂക്കിയെടുത്ത് അകത്തിട്ടാ മതി. അവനങ്ങ് സ്റ്റേഷനിൽ വരും. അത് അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷേ അതൊരു ആണത്തും ഇല്ലാത്ത പരിപാടിയാ. ഞാന് അവനെ നേരിട്ട് കണ്ടോളാം.
குடிங்க சந்தோஷமா குடிங்க அதான் மினிஸ்டர் சேர் கன்ஃபார்ம் ஆயிருச்சே അളിയ തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇവിടെ ഇനി ഇതുപോലെ ഒരുപാട് ആവശ്യങ്ങൾ വരും. അന്നൊന്നും ഞങ്ങളെ തഴഞ്ഞു കളയല്ലേ. இந்தா, ஒரு மினிஸ்டர் மாதிரியா நீ நடந்துக்கிற சும்மா உட்காரியா ആ. மூடிட்டு உட்காரியா அப்பாஸ் நான் உங்களுக்கு வார்த்தை கொடுத்த மாதிரி நீங்க செஞ்ச வேலைக்கு അയാൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കില്ല. കൂടുതൽ പോലീസ് ഫോഴ്സ് വേണം. ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ സർ. എന്താ മേഡം? ഇലക്ഷൻ അസാധുവായി പ്രഖ്യാപിച്ചു. TV ന്യൂസ് ഇന്ന് രാത്രി തന്നെ ഉണ്ടാവും. ഓർഡിനൻസ് നാളെ വരും. ഈ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടന്ന് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ. സമാധാനമായി. ഛേ, എന്തുപറ്റി? അല്ല, നാടാരെയും അവന്റെ യുപിക്കാരൻ കൂലിത്തല്ലുകാരനെയും ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റിയ സമയമായിരുന്നു. അതിനു മുൻപ് ട്രാൻസ്ഫർ കിട്ടിയില്ലേ? അല്ല, അവന്മാരെ കൊണ്ട് അതല്ലേ പറ്റൂ. വിഷമിക്കണ്ട. ട്രാൻസ്ഫർ ആയി ചെല്ലുന്നിടത്തും കാണും നാടാരും CKയും അബ്ബാസും ഒക്കെ. തൊലഞ്ഞില്ലേടോ, എല്ലാം തൊലഞ്ഞില്ലേ. മന്ത്രി കസാരയും പത്രാസും ഒക്കെ ഇനി വിരലിലെണ്ണാവുന്ന ദിവസത്തേക്കേ ഉള്ളൂ. അയാളും അയാളുടെ ഒരു അമ്മാനുള്ള ഖാനും. അന്നേ ഞാൻ പറഞ്ഞതാ ഇതൊക്കെ ഇങ്ങനെ അവസാനിക്കാനേ സാധ്യതയുള്ളൂ എന്ന്. അപ്പത്താൻ എന്താ പറഞ്ഞത്? CM പക്കമുണ്ടെന്ന്. എന്ത് പ്രയോജനമാണോ ഇതുകൊണ്ടൊക്കെ ഉണ്ടായത്? CK കവലപ്പെടാതെ നമ്മ ഡിസ്റ്റിലറി ഇருக்கு നീ ഡയറക്ടർ ആയിடு ഓടോ. അവനും എന്റെ അമ്മയുടെ ഡിസ്റ്റിലറി അനുവദിച്ച് ഞാനാണെങ്കിൽ അതിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനും എനിക്കാവും. തന്നെ പോലുള്ള കുത്തക താല്പര്യങ്ങളുടെ അധോലോക രാജാക്കന്മാരും അവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഇന്നാട്ടിലെ രാഷ്ട്രീയ പേക്കോലങ്ങളുമാണ് ഈ രാജ്യത്തെ ഇങ്ങനെയാക്കിയതെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. ഞാൻ അടക്കമുള്ള ഇവിടുത്തെ സമസ്ത രാഷ്ട്രീയ നേതൃത്വത്തെയും ചുമരുചാരി നിർത്തി വെടിവെച്ച് കൊല്ലേണ്ട കാലം കഴിഞ്ഞുവെന്ന് ഇന്നാട്ടിലെ പാവപ്പെട്ട ഗ്രാമവാസികൾ വരെ മനസ്സിലാക്കി കഴിഞ്ഞു. ലജ്ജ തോന്നുന്നുണ്ടോ? എനിക്ക് ലജ്ജ തോന്നുന്നു. പറയും, ഞാൻ എല്ലാം പറയും. പത്രസമ്മേളനം വിളിച്ചു കൂട്ടി പറയും. നീയും നിന്റെ മുഖ്യമന്ത്രി എല്ലാരും തൂങ്ങും. നോക്കിക്കോ. டேய் அந்த நாயை தூக்கி கொக்கையில போடுறான். டேய் இதுக்குன்னு சாட்சி இருக்க கூடாது. அடிச்சு கொல்லுங்கடா. டேய் போய்டா. டேய் வாங்கடா. அந்த பணிக்கரியா அவன் ஆசிரமத்தையும் க்ளோஸ் பண்ணிடுவான். வாங்க. अरे जगो आओ ना. जगो जगो
സീക്ക് കൊല്ലുന്നത് കണ്ടു. നടോരെന്നെ കുത്തി അവര് മണിക്കൂർ സാറിന്റെ അടുത്തേക്ക് யோ பணிக்கர், நீ என்னைக்கு இந்த கிராமத்துக்குள்ள ஆசிரமம் கீசிரமம் காலெடுத்து வச்சியோ அன்னைக்கே தெரியும் உன்னால எனக்கு தொல்லை வரும். இனிமே நான் விட மாட்டேன். உன்னை உயிரோட நான் விட மாட்டேன். உன்னை மட்டும் இல்ல, இந்த மொத்த ஆசிரமத்தையே சுருகாக்கிடுவேன். சார் மாறிக்கோ.
മുത്തു ഈ സ്ഥലവും നിങ്ങളെയൊക്കെ ജഗുവിന് വലിയ ഇഷ്ടമായിരുന്നു. ഇവനെ നിങ്ങൾ ഇവിടെ സംസ്കരിക്കണം. എന്നെങ്കിലും ഞാൻ തിരിച്ചു വന്നാൽ എന്നെ ഒരു ബന്ധുവായി കൂട്ടണം. ചെയ്തു പോയതിനൊക്കെ